രക്ഷപ്പെട്ട് കുറച്ച് മോഷ്ടിക്കുകയും ചെയ്തു. ഇതെല്ലാം ഇനി ചെയ്യാൻ കിടക്കണം. എല്ലാവരും എക്സാമ്പിൾ രക്ഷപ്പെട്ട്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഷിബു എന്ന് പറയുന്ന കൊള്ളക്കാരൻ, കിഡ്നാപ്പർ, എല്ലാം ഇങ്ങനെ കുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്ന ആൾ ഇറങ്ങിയിരിക്കുന്നു. കുട്ടികളും മുതിർന്നവരും ജാഗ്രത പുലർത്തണം. ഇല്ലെങ്കിൽ ഈ ഷിബു എന്ന് പറഞ്ഞ ഇവൻ എല്ലാവരെയും അടിച്ചു മാറ്റും, വീട്ടിൽ കയറി അടിച്ചു മാറ്റും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. സാറേ, മറ്റേ ഷിബു എന്ന് പറയുന്ന ഒരുത്ത് ഇറങ്ങിയിട്ടുണ്ട്, കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യണം. എനിക്കറിയാം, മറ്റേ ഷിബു നമ്മൾ പണ്ട് പിടിച്ചവനല്ലേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിറക്കി. അവൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടി എന്നാണ് വാർത്തയിലൊക്കെ കാണിച്ചത്. അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടി കിഡ്നാപ്പ് ചെയ്യാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടാവും എന്ന് പറഞ്ഞോട്ടെ സാറേ. ഓ, അപ്പം അവൻ ഇറങ്ങിയല്ലേ? ഓ, എന്തെങ്കിലും തോക്കുണ്ടോ? തോക്കൊക്കെ സെറ്റാക്കി വച്ചേക്കണല്ലേ. കത്തി കൊണ്ട് പറഞ്ഞൊന്നുമില്ലേ? ഉണ്ട്. ഈ ബുള്ളറ്റ് ഒന്ന് ചെക്ക് ചെയ്യടേ. ഓക്കെ. നൈസ്. നമുക്ക് കത്തി വേണമല്ലോ. കത്തി വേണ്ടേ? പക്ഷെ നൈസാണ്. ഇറ്റ്സ് ഓക്കെ. സാറേ, ഷിബുവിന്റെ ലൊക്കേഷൻ കിട്ടി സാറേ. കിട്ടിയോ? എവിടെ? വഴുതക്കാട്. ഷിബുവിന് ഒരു അനിയനുള്ള കാര്യം നിനക്കറിയില്ല, അവന് കിട്ടിയോ? ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യാം. നമുക്ക് അവനെയും കൊല്ലണം, ഇല്ലെങ്കിൽ അവൻ ഇറങ്ങും അടുത്ത ഫ്രോഡായിട്ട്. കുറെ ഗ്യാങ്സ് ഉണ്ട്. ചേട്ടനൊന്നും പഠിച്ചിട്ടില്ല. ഇല്ലടേ, കണ്ടു പഠിക്കൂലടി. സാർ, അവന്റെ ലൊക്കേഷൻ ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തു പാടാ? അവൻ്റെ പേരെന്തുവായിരുന്നു? അജിത്ത്. ഓക്കെ. എന്തോ കിട്ടാത്ത? നീ അവൻ്റെ IP അഡ്രസ്സ് വെച്ച് ട്രാക്ക് ചെയ്യാം. അവൻ്റെ വീടെങ്കിലും കിട്ടിയാൽ മതി. നെറ്റ്വർക്കിൽ IP അഡ്രസ്സ് ഇല്ലേ? സാർ, സിസ്റ്റത്തിന് എന്തോ വല പിടിച്ചടക്കിയ. എടാ, അല്ലെങ്കിൽ ഫോൺ നമ്പർ എനിക്കറിയാം. 03 ആണ്. അല്ല സോറി, 36475938. ഞാൻ വായിക്കട്ടാ. 3649 പിന്നെന്തായിരുന്നു? 3649 നിൽക്കണ. അയ്യോ, നമ്പർ എന്തായിരുന്നു? ഒന്നുകൂടെ നോക്കിയിട്ട് വരാമേ. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഷിബുവിൻ്റെ ആയിരുന്നേ. ഇപ്പോഴത്തെ നമ്പർ ഷിബുവിൻ്റെ ലൊക്കേഷൻ കിട്ടിയല്ലോ. ആ നമ്പർ 7086493857. ഓക്കെ, കിട്ടിയല്ലോ. സാർ, ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ട. തൊപ്പി ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും. ഏത് കാറാ? BMW? ആ, കറക്റ്റ്. അവൻ തന്നെ. അവനൊരു കൂട്ടുകാരുണ്ടെന്നാണ് പറയണത്. ഗ്യാങ്ങാണോ? ഗ്യാങ്സ് 2-3 ഉണ്ട്. പേരെനിക്കറിയാം. അത് കുഴപ്പമില്ല. നീ അവൻ തന്നെ സ്ഥലം നോക്ക്, ലൊക്കേഷൻ നോക്ക്. ലൊക്കേഷൻ എന്തുവാ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്. കിട്ടിയോ? നമ്പർ നോക്കട്ടെ. ഓക്കെ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. ഒന്നുകൂടെ ചെക്ക് ചെയ്.
ആലപ്പുഴ തന്നെ. ഇനി ആലപ്പുഴയിലുള്ള ബ്രാഞ്ചിൻ്റെ അടുത്ത് പറയാം, പക്ഷെ അവർ അവിടെ വരെ എത്താൻ പാടാണ്. കിട്ടിയാ കറക്റ്റ് ലൊക്കേഷൻ? എടാ എനിക്ക് തോന്നുന്നു ആലപ്പുഴ അവൻ്റെ വീടായിരിക്കുമെന്ന്. അവനിപ്പം നിൽക്കുന്നത് എവിടെ നിന്ന് കിട്ടുമോ? ഇല്ല അല്ലല്ല, വീട് മാത്രമേ കിട്ടുള്ളൂ. അവനിപ്പോൾ നിൽക്കണേ കിട്ടും. അത് ഈ സിസ്റ്റം പുതിയതാണ്. അവൻ നിൽക്കണേന്ന് വെച്ചാൽ എന്തോന്ന് ഇറയംകുഴാണ്, തെറ്റിപ്പോയാണ്. ഇറയംകുട. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ. കുറേ തളർന്നില്ല എന്നെ ശരിച്ച് അവനെയൊക്കെ നോക്കി. ഇവിടെ കയറി ഇരിക്കുക. എന്തോ ഒരു കാൽപ്പാട് സാറേ, ഇവിടെ ആരോ ചാടി ഒരു കാൽപ്പാടുണ്ട്. എവിടെ? എവിടെ ഇതിൻ്റെ DNA? ഓക്കെ നിൽക്കേ. അത് ആരെന്ന് കിട്ടിയോടോ? അത് ഷിബുവിൻ്റെ ആണെന്നാണ് മറ്റേ ഹാക്കറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞത് ഷിബുവിൻ്റെ ആണെന്നാണ്. ഷിബുവിൻ്റെ? പിന്നെ ഷിബുവിൻ്റെ ലൊക്കേഷൻ കിട്ടുമോ? ലൊക്കേഷനൊക്കെ അവൻ ട്രാക്ക് ചെയ്തെന്നാണ് പറയണത്. ഏതായിരുന്നു? ഞാൻ മറന്നുപോയി. ഷിബുവിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വഴുതക്കാടാണ്. അവൻ്റെ അനിയൻ്റെ ഫസ്റ്റ് പറഞ്ഞ അവൻ ആലപ്പുഴ. അവൻ്റെ വീട്, അതവൻ്റെ ഫസ്റ്റ് വീടല്ലേ? ഇറയംകോടാണ് ഇപ്പം വച്ചിരിക്കുന്ന വീട്. ഇറയംകോട് അല്ല, വീടല്ല, അത് നിൽക്കുന്ന സ്ഥലമാണ് അവൻ. ഓക്കെ നമുക്ക് അവന്മാർ ആദ്യം അനിയനെ പോയി കൊല്ലാം. ഓക്കെ. ഹലോ കുട്ടി, മോനെ ഇവിടെ ഒന്നും നിൽക്കണ്ട. ഇവിടെ ഒരു ഷിബു എന്ന് പറയുന്ന ഒരു പിള്ളേരെ പിടുത്തക്കാരനുണ്ട്. എടേ സത്യോടാ, മുത്തായി വന്നോ? എന്നാ വാ, വീട്ടിൽ വന്നാൽ തരാം. വീട്ടിൽ പോയിരുന്നാൽ മതി. എന്നാ നിൻ്റെ അമ്മേൻ്റെ പേരെന്തുവാ? എൻ്റെ അമ്മേൻ്റെ പേര് ദേവിക. ഓക്കെ, ഞാൻ ദേവിക അടുത്തുനിന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, നീ അകത്തിരുന്നോ? വീടിനകത്തിരുന്നോ? മുട്ട കഴിച്ചോ? ഓക്കെ. വെളിയിലിറങ്ങിയ പോലീസ് മാമൻ പിടിച്ചോണ്ട് പോവേ. ഹലോ സാറേ, ഹലോ നടന്നു? അല്ല, എന്തെങ്കിലും ഈ 1 മണിക്കൂറായില്ലേ നമ്മൾ? എന്തെങ്കിലും സംഭവിച്ചോ ഈ 1 മണിക്കൂറിൽ? ഇവിടെ ആണെങ്കിൽ ആരോ ഒരു മുട്ടായി കൊടുത്ത് ഏതോ ഒരു പോലീസോ? പോലീസ്. പോലീസാ? ഏത് പോലീസ്? നിനക്ക് കണ്ടാൽ മനസ്സിലാവോ പോലീസുകാരാണ്? ആ പോലീസ് പറഞ്ഞ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പോലീസ് പറഞ്ഞ്, മോനെ നീ നിൻ്റെ വീട്ടിൽ പൊക്കോ, അല്ലെങ്കിൽ ഞാൻ മുട്ടായി തരില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ പോലീസ് ചോദിച്ചു നിൻ്റെ അമ്മയുടെ പേരെന്താന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആ കുട്ടി പറഞ്ഞ് ദേവികാന്ന്. അപ്പോൾ പോലീസ് മാമൻ പറഞ്ഞ് ഞാൻ ദേവികേൻ്റെ അടുത്തൊന്ന് കോണ്ടാക്ട് ചെയ്യാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പാർക്കി ചുറ്റി നടക്കുകയാണ്. എന്നിട്ട് മറ്റേ ഷിബു എന്ന് പറയണ അവൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയി. അവൻ്റെ ഫേസ് ഷിബുവിൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയി. ഷിബുവിൻ്റെ അനിയൻ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. ഷിബുവിൻ്റെ അനിയന് അതോ ഷിബു ആണെന്ന് വ്യക്തമായിട്ട് ക്യാമറ കണ്ടിട്ടില്ല. മാസ്ക് ഇട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. ആരാണ്? ഷിബുവാണോ ഷിബുവിൻ്റെ അനിയനാണോ? അത് തന്നെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. മാസ്ക് ഇട്ടേക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ വയസ്സ് എന്നാ വെച്ചാൽ 85ആണ്. 85? എന്നാൽ ഷിബു അല്ല, ഷിബുവിൻ്റെ അനിയനും അല്ല, വേറെ ആരോ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. എടാ നീ ഷിബുവിൻ്റെ ഗ്യാങ് ഒന്ന് നോക്കിക്കോണേ. ഓക്കെ, ഞാൻ വെയിറ്റ് ഒന്ന് നോക്കട്ടെ. വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഷിബു അല്ല, ഷിബുവിൻ്റെ അനിയനും അല്ല, അവരുടെ ഗ്യാങ് ആണ്. ഒരു സ്പൈക്ക് വെച്ചിട്ട് അവൻ്റെ പേരെന്ന് വെച്ചാൽ ഹാഷർ എന്നെന്താണ്. ഒന്നുകൂടെ നോക്കൂ. ഹാഷറോ? വർക്കൗട്ട് ഈ ബട്ടൺ. എൻ്റെ പേര് ഹാഷിർ തന്നെയാണോ? സാറേ കുറച്ച് സമയമൊക്കെ എടുക്കും.
ലോക്കി എന്തോണ്. ലോക്കി, നൈസ് നെയിം. പക്ഷെ അവൻ്റെ ബാക്കിൽ നോക്കിയപ്പോൾ ഏതോ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഒരു ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന അവൻ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. അവനൊരു സ്പൈക്ക് മുടി വെച്ചിട്ട് ആണ്. ഇതും അവരെ ഗ്യാങ്ങിലുള്ളവരായിരിക്കും. എടേ ഒന്നുമില്ല. ഇനി നമുക്ക് ഓരോ മണിക്കൂറാകുമ്പോൾ ഓരോ ഇതൊക്കെ തന്നു വിടണം. ഞാനും പിന്നെ മറ്റ് ആര്യൻ സാറും കൂടെ പോയിട്ട് ആ ഷിബുവിനെയും ഷിബുവിൻ്റെ അനിയനെയും കൊല്ലാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ. പൊളിക്കാടാ, നിന്റെ പുറ അടിച്ച് പൊളിക്കാടാ ഞാൻ. ഷിബുവേ, നീ ഈ പരിപാടി ഇവിടെ വെച്ച് നടത്തിക്കോ. തീർത്ത് കളിയുടെ നിന്നെ. അവിടെ പോയി. നിക്കേ. ഇവനൊക്കെ തീർന്നു. എന്നെ കൊല്ലണേക്കാട്ടി മുമ്പ് നീ ഇതും കൂടെ അറിഞ്ഞിട്ട് വേണം എന്നെ കൊല്ലാൻ. ഈ ആകാശത്തിന് മുകളിലുണ്ട എന്റെ സ്ഥാപനം. നിന്റെ നീ അനുഭവിക്കേ. നിന്റെ സ്റ്റാമിന ഞാൻ അടിച്ച് പൊട്ടിച്ചോളാം. നിനക്കെന്താ പറക്കാൻ വെച്ചോടാ മുകളിൽ കൊണ്ടുവച്ചേക്കണേ. മനുഷ്യനെ പോകാൻ സമ്മതിക്കില്ല അങ്ങോട്ട്.